ഡിസ്ക്ലൈമർ. ഈ വീഡിയോ എൻ്റെ ഫസ്റ്റ് വീഡിയോ ആയതുകൊണ്ട് ഇതിൻ്റെ അകത്ത് ഞാൻ അത്യാവശ്യം തെറി പോലെ സാധനങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ യൂസ് ചെയ്തത് വല്ല കുഴപ്പമുണ്ടെങ്കിൽ എനിക്കൊരു കുഴപ്പമില്ല. കാരണം ഇത് എൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. എനിക്കൊന്നും ചെയ്യേണ്ടതൊന്നും അറിയില്ല. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇതെൻ്റെ ഫസ്റ്റ് വീഡിയോ തന്നെ നല്ല ഓഡിയോ ക്വാളിറ്റി ഇല്ല, നല്ല ഹൈ ഗ്രാഫിക്സും ഇല്ല. അതാണ് ഫസ്റ്റ് വീഡിയോ എന്ന് വിചാരിച്ചെങ്കിലും നിങ്ങളൊന്ന് സബും ലൈക്കും ഒന്ന് ചെയ്തേരെ ഗൈസ്. എനിക്ക് അത്രേ പറയാനുള്ളൂ. സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്കും പോട്ടെ. വെൽക്കം ടു മൈ ചാനൽ ഗൈസ്. ഇത് നമ്മുടെ ഫസ്റ്റ് വീഡിയോ ആണ്. വാച്ചിങ് മൈ ചാനൽ. ഐ എം സോറി, എൻ്റെ പേര് അഭിനവ്. ഞാൻ ഈ ഡയലോഗ് ഇപ്പം എത്രാമത്തെ പ്രാവശ്യം പറഞ്ഞത് എനിക്ക് വിടാറില്ല. അതാണ് ഈ ഡയലോഗ് എനിക്ക് മനപ്പാടായി ഗൈസ്. 4 പ്രാവശ്യം അടിക്കാൻ ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നു. ആദ്യത്തെ വീഡിയോ ഞാൻ നോക്കിയപ്പോൾ കൂട്ടുകാരന്മാരുടെ കളി ഇടയ്ക്ക് തന്നെ ചത്തു. കൂട്ടുകാരന്മാരുടെ കളി 2 പ്രാവശ്യം ഞാൻ വോയിസ് റെക്കോർഡ് ചെയ്യാൻ നോക്കി, വീഡിയോ റെക്കോർഡ് ചെയ്യാൻ നോക്കി. 2 പ്രാവശ്യം വോയിസേ കിട്ടിയില്ല. കാരണം ഞാൻ ഇന്റർനെറ്റ് മൈക്രോഫോൺ വോയിസ് കിട്ടില്ല. അത് കാരണം നമ്മുടെ ഗെയിമിന്റെ വോയിസ് പോയി. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ വീണ്ടും കൂട്ടുകാരന്മാരോട് വേറെ റെക്കോർഡിങ് ചെയ്തു. അതിൻ്റെ അകത്തും അതേ സെയിം സിറ്റുവേഷൻ. ഇനി ഞാനൊന്നും വിചാരിച്ചില്ല, വേറൊരു വീഡിയോ റെക്കോർഡ് ചെയ്യാം. റെക്കോർഡ് ചെയ്യാന്ന് വിചാരിച്ച് ഞാൻ കയറിയതായിരുന്നു. ഞാൻ റെക്കോർഡ് ചെയ്തപ്പോൾ അവിടെ ഞാൻ അപ്പിയായി പോയി ഗൈസ്. ഫുൾ ഓൺ ഡയലോഗ് മാറിപ്പോലും. അവിടെ പറയണ്ട, ഇവിടെ പറയണ്ട, അവിടെ പറയണു. അങ്ങനെ ലാസ്റ്റ് ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്തു. അതിന്റെ ഇടയ്ക്ക് ആ ടൈമിൽ ചേച്ചി ഇറക്കി കയറി വന്നു. അത് കാരണം എനിക്ക് അതിൻ്റെ അകത്ത് ഫുള്ളായിട്ട് പറയാനൊന്നും പറ്റിയില്ല. എന്നാ ചെയ്യത്തിന് ലാസ്റ്റ് കരയണ അവസ്ഥയെ പോയിരുന്നു. ഇങ്ങനെ വീണ്ടും ലാസ്റ്റ് റെക്കോർഡിങ് കഴിഞ്ഞെങ്കിൽ ഇത് ശരിയായാലും ഞാൻ നിർത്താമെന്ന് വിചാരിച്ചതാണ്. പക്ഷെ ഇപ്പൊ ഞാൻ ഫ്ലോ ആയിട്ട് എന്റെ ഫീലിങ്സും പുറത്തേക്ക് പറയാൻ വരണ്ട്. നല്ല ഫ്ലോയിൽ തന്നെ പറയാൻ പറ്റേ. ഓ എന്നീ ഇവിടെ ഉണ്ട് വീടിന്റെ വായിലേക്ക് നല്ല നേടാളേ. ഓ ഒന്നുമില്ല ചാകല്. എന്തോ ഞാൻ പെട്ടെന്ന് അറിയുകയും ഇന്നത്തെ ഒരു ദിവസം അതും പ്രത്യേകിച്ച് റെക്കോർഡ് ചെയ്യുമ്പോ മരണം മാത്രം എനിക്ക് ആ റൗണ്ടേ പോയി. പുല്ല് റൗണ്ടൊന്നല്ല, മാച്ച് തോന്നി. എന്നാ ചെയ്യാനാണോ ഈ റെക്കോർഡ് ചെയ്ത് വരുമ്പോ ഗെയിം പ്ലേ എന്ന് വെച്ചാ റെക്കോർഡ് ഇല്ലാത്തപ്പോ ഞാൻ നല്ല ഹൈ ഗെയിം പ്ലേ. ഞാൻ എൻ്റെ ഒരു റെക്കോർഡിങ് ഉണ്ടെങ്കിൽ കാണിച്ചു തരാൻ കഴിയും. അതൊന്ന് കണ്ടു നോക്ക്. എന്ത് ഹിസ്റ്ററി ആണോ, ഹിസ്റ്ററിയിലാണോ ആൽബത്തിലാണോ അറിയില്ല. ഞാൻ എങ്ങാണ്ട് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആണ്ടെ ഈ സാധനമാണെന്ന് തോന്നുന്നു. ഇതിൻ്റെ അകത്ത് എം വി പി ആയിട്ട് ഓർമ്മ. അത് കാണാനുമില്ല ഇപ്പൊ. സേവ്ഡി നോക്കട്ടെ. സേവ്ഡി കഴിഞ്ഞ ദിവസം ഏതൊക്കെ വീഡിയോ ഡിലീറ്റ് കളഞ്ഞായിരുന്നു. നോട്ട് സേവ്ഡ് ഞാൻ ഡിലീറ്റ് കളഞ്ഞു. എന്നാലും നമുക്ക് ഈ ഒരു വീഡിയോ ലാസ്റ്റ് ഞാനത് ഇട്ടേക്കാം. മറ്റേ ഔട്ട്രോ പറഞ്ഞു വേണ്ടി ഞാൻ ആ റെക്കോർഡിങ് ഇടാം. പിന്നെ കഴിച്ചത് ഞങ്ങളുടെ ഗിൽഡാണ് ബ്ലഡ് സ്ട്രൈക്ക്. ആലപ്പുഴയുടെ 20ാം സ്ഥാനത്തുള്ള ഗിൽഡാണ്. ഗിൽഡ് നല്ല ഗിൽഡ്. ഇത് കയറി പിന്നെ എനിക്കിപ്പോ നല്ലോണം സി എസിൽ റാങ്ക് പുഷ് ചെയ്യാൻ വേണ്ട. കാരണം ഗിൽഡിലുള്ള 14 ആണെങ്കിൽ ഈ സി എസ് റാങ്ക് പുഷ് ചെയ്യാനൊക്കെ കയറണം. ഞാൻ ആ കഴിഞ്ഞ പ്രാവശ്യം മറ്റേ വീഡിയോ റെക്കോർഡ് ചെയ്തപ്പോ ഇവന്മാരുണ്ട് ഈ ട്രിപ്പിൾ സൗണ്ട് ചെയ്തിട്ടുണ്ടല്ലോ. ഇവന്റെ മുമ്പിലത്തെ പേര് എനിക്ക് വായിക്കാൻ പറ്റുള്ളതാ. ഇവനും പിന്നെ ഈ ഗോജഫും പിന്നെ മൂൺലൈറ്റും ആയിരുന്നു. എന്ന് വെച്ചാൽ അക്കു അപ്പൊ എനിക്ക് അവന്മാര് ഫുള്ള് ഊക്കിയിട്ടോണ്ടിരിക്കുക. ഞാൻ അവന്മാരോട് കളിക്കുമ്പോ അന്യായ ചാകല്. അതാണ് അവന്മാരെ ഫുള്ളും ഊക്കലാന്ന് പരിപാടി. പിന്നെ എനിക്ക് വിഷമം തോന്നി, ഞാൻ ഇറങ്ങി. അവിടെ വെച്ച് നിർത്തി ഇറങ്ങി. പിന്നെ റെക്കോർഡ് ഇപ്പോഴാണ് ചെയ്യാൻ വേണ്ടി കയറിയത്. ആ വിഷമം തോന്നാൻ വേറെ കാരണമുണ്ട്. കളിമുത്തളി തോറ്റോണ്ടിരിക്കലാണ്. അയ്യോ വീണ്ടും ഡയലോഗ് മാറിപ്പോയിക്കൊണ്ടിരിക്കുവാന്നാണ് എനിക്കിപ്പോ തോന്നുന്നുണ്ട്. വോയിസ് ഒന്നും ഡാർക്കാക്കാൻ നോക്കണ്ടേ. നൈസ്. റിക്വസ്റ്റ് ഇടാനുള്ളവർ ഈ ഐഡിയിലേക്ക് റിക്വസ്റ്റ് ഇട്ടേരെ. 2-3 ലൈക്കൊക്കെ അടിച്ചേരെ കേട്ടോ. ചുമ്മാ എൻ്റെ ഐഡിയിൽ ഷോ ചെയ്യുവാണ്.
നോക്കട്ടെ. ഇതല്ല. ഈ 2 കളിയാണ് ഞാൻ പറഞ്ഞില്ലേ അവന്മാര് ഇത് ചെയ്തതെന്ന് തോന്നുന്നു. ഈ 4-3 ബുയ്യ സ്ട്രീക്കുള്ള കളിയാണ് ഞാൻ കിടന്ന് അന്യായ കളി കളിച്ചോണ്ടിരുന്നത്. ഓ, ഞാൻ ഇപ്പോഴത്തെ കേസ് റോളിൽ ശ്രദ്ധിക്കണം. റഷർ വി ആറിൽ ഞാൻ 43, ലീഫിലൊരു 19, സപ്പോർട്ടും 19, സ്നൈപ്പർ അത് പിന്നെ സ്നൈപ്പർ അത്രയും കാണും. ഞാൻ സ്നൈപ്പിങ് കൂടുതൽ ചെയ്യാറില്ല. സ്നൈപ്പിങ്ങും പിന്നെ ഇതും ചെയ്യാറില്ല, കാരണം ഏതെങ്കിലും ദൂരത്ത് വരുന്ന ഞാൻ അടിക്കും സ്നൈപ്പും വെച്ച്. സ്നൈപ്പ് ചെയ്ത് വീണ്ടും ഡയലോഗ് മാറിപ്പോകും. ഇവിടെ പിന്നെ റഷർ ഇതൊക്കെയാ. ഈ സപ്പോർട്ടർ ഞാൻ എങ്ങനെ 18 അതിൻ്റെ അകത്ത് സപ്പോർട്ടർ എന്നാ എനിമീസ് സ്കാൻഡാ സ്കാൻ 64 ടോട്ടൽ ഹീലിംഗ്. ഇതെങ്ങാണ്ട മറ്റേ ഹീലോ ഇതെങ്ങാണ്ടതാ. ഇത് ഈ റെക്കോർഡിങ് ഈ സാധനം ഇച്ചിരി കൂടെ മുകളിൽ കെട്ടിക്കട്ടെ. ഗൈസ് ഞാൻ ഫാൻ ഇട്ടേക്കോണം, കാരണം ഫാൻ്റെ ഒച്ച കേൾക്കണ്ടായിരിക്കും വല്ലോ. ഇതാണ്ട് എനിക്കിനി റെക്കോർഡ് ചെയ്യാൻ വയ്യ. ഞാൻ ഇന്നത്തോടെ നിർത്തും. ഈ ഫാൻ്റെ ഒച്ച ഉണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കണ്ട ഗൈസ്. കുഴപ്പമില്ലാതെ നിങ്ങൾ കൂട്ടിയാൽ മതി. ഞാനിപ്പോൾ എന്നരിയാണ് ഈ റെക്കോർഡ് ചെയ്ത് തുടങ്ങിയ റാങ്ക് പുഷ് ചെയ്യാൻ. എന്നിട്ട് ഞാൻ റാങ്ക് പുഷ് ചെയ്യാൻ തന്നെ പറഞ്ഞു. ഇപ്പോൾ എനിക്ക് എന്നെ ഐഡി കാണിച്ചുകൊണ്ടിരിക്കുക. ഒരു BR വാങ്ങാം ഗൈസ്. അതിപ്പോൾ നന്നായിട്ട് വന്നേ. BRൽ ഓൾറെഡി നമ്മള് BRൽ ഓൾറെഡി നമ്മൾ ഹീറോയ്ക്കാണ്. പിന്നെ ഇപ്പോഴാണ് ഞാൻ ശ്രദ്ധിക്കണം നമ്മുടെ ഈ സാധനം എന്നായിരുന്നു അതിന്റെ പേര് വീണ്ടും പറഞ്ഞത്. റാങ്ക് ടോക്കൺ. ആ സാധനം ഒന്ന് എടുത്തു നോക്കാം. അതിൻ്റെ അകത്ത് എന്തെങ്കിലും നല്ല കിട്ടിയാലോ. ഇതിനെ നല്ലതൊന്നുമില്ല, എന്തായാലും ജസ്റ്റ് നോക്കാം. ഇതിനെന്തൊരു ഫസ്റ്റ് ഉണ്ടല്ലോ ഏതോ ഒരു ഇതിൻ്റെ അകത്ത് ഞാൻ ശ്രദ്ധിച്ചില്ല. നോക്കിയപ്പോ എന്തൊരു 1ാമത്തെ നമ്പർ ഇതിന്റെ മേളിൽ കാണിക്കണ്ടേ. ഈ സുക്കൂണയുടെ ഈ പേരൊക്കെ എന്നാ പേരാണോ സുക്കൂണയുടെ ബണ്ടില്. ഇപ്പൊ ചാനൽ ആയിട്ടുണ്ട്. ഈ വീഡിയോ ഞാൻ ഇന്ന് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ഇന്ന് ഞാൻ നാണം കെട്ടി ചത്തു. നാണം കെട്ടി എല്ലാം ഇന്ന് കണ്ട് കമന്റും ചെയ്യും. പിന്നെ പ്രത്യേകിച്ച് നോക്കിയിട്ട് ഗ്രൂപ്പിൽ കയറി മെസ്സേജ് ഇട്ട് കളിയൊക്കെ ചെയ്യുന്നതാണ്. മൊത്ത പ്രാവശ്യം ഞാൻ എന്നെ തന്നെ കളിയാക്കാൻ പറയുകയും ചെയ്യുന്നത് ഡയലോഗ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുന്നത്. ഡയലോഗ് മാറിപ്പോണോണ്ടല്ല, സാധാരണ യൂട്യൂബേഴ്സ് വീഡിയോ ഉണ്ടാക്കുന്നതിനേക്കാളും ആലോചിക്കും, സ്ക്രിപ്റ്റ് ഉണ്ടാക്കും, എന്തൊക്കെ പറയണം എന്തൊക്കെ പറയണ്ടാകും. ആ സമയത്ത് ഞാൻ എന്ത് ചെയ്യണം എന്നും എനിക്ക് ഒരു ഉറപ്പില്ല. ഞാൻ വീഡിയോ ഉണ്ടാക്കണു, മനസ്സിൽ തോന്നുന്ന വിളിക്കുകയാണ്, അത്രേ ഉള്ളൂ. ഇപ്പൊ എന്താ മെസ്സേജ് കണ്ടിട്ടുണ്ടോ? കാരണം ഫോൺ വൈബ്രേറ്റ് ആയി. കണ്ടൈസ് ഞാൻ പറഞ്ഞില്ല എനിക്ക് ഒരു ഇതുമില്ല. ഞാൻ ചുമ്മാ ഇരുപത്തര കടന്ന് വിളിച്ചു പറയണത്. അയ്യോ, എന്നാണ് എനിക്ക് ഒരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കി ഈ ഡയലോഗ് പറയാൻ പറ്റണേ? നമുക്ക് ആ ചുറ്റിക എടുക്കാം ഗൈസ്. എനിക്കിപ്പോ മറ്റേ മിഷൻ ചെയ്യണം. നബാരയുടെ ചുറ്റിക മറ്റേ അത്രയും കില്ലേ ബാറ്ററി കാർഡ് കിട്ടി. ചുറ്റിക 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 വെച്ചപ്പോ ചെന്ന് കയറി കൊടുത്തു നോക്കാം. എന്തായാലും മരണത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. നിക്ക ഞാൻ അവന് 4 പ്രാവശ്യം ചെയ്തു. 4 പ്രാവശ്യം 600ന്റെ ഡാമേജ് അവന് ഏറ്റാൻ. 600ഉം 62 50ന്റെ 4-5 പ്രാവശ്യം ഹിറ്റ് ചെയ്തു. എന്നിട്ടും അവൻ ചത്തില്ല. ഗെയിം തന്നെ അവളെ ചതിക്കാന്ന് തോന്നുന്നു. എനിക്കിപ്പോ ഇന്നൊരു തോന്നല്, നമ്മളിവിടെ ഇറങ്ങാൻ പോയത് തന്നെ തെറ്റായോ? അത് തോന്നലല്ല, അങ്ങനെ നമുക്ക് എത്ര തെറ്റാന്ന് തോന്നിയാലും നമ്മൾ ഇങ്ങനത്തെ ടൈപ്പാ. ഓൺലി റഷിങ്. അത് കാരണമാണ് VR ഞാൻ റഷിലൊക്കെ ഇങ്ങനെ നിൽക്കണത്.
ഇവിടെ മട്ടെങ്കിൽ ലൂട്ട് ബോക്സ് ലൂട്ടെടുക്കട്ടെ. ഓ ഗൈസ് റെസറ്റികള് കിട്ടിയിട്ടും കാര്യമില്ല. അയ്യോ എന്റെ മൈനസായേ. എന്തോ ഒരു ഭാഗ്യത്തിനുണ്ട് ആരും ഇപ്പൊ ഉള്ളിലേക്ക് കയറിയില്ല. എന്റെ ഭാഗ്യം. അങ്ങനെ എനിക്ക് രണ്ടാമത് റെക്കോർഡ് ചെയ്യേണ്ടാവുന്ന ഈ സാധനം ഞാൻ കഴിഞ്ഞ റെക്കോർഡിങ്ങിൽ ഏത് വെച്ചതേ ഉണ്ടായിരുന്നുള്ളൂ. എന്നിട്ട് അവസാനത്തെ ഡയലോഗ് പറഞ്ഞു 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 നമ്മുടെ ഇതിന്റെ അകത്തേക്ക് ഭാഗ്യത്തിന് ഇന്നത്തെ ദിവസം മാത്രം റെക്കോർഡ് ചെയ്യുന്ന നേരത്ത് ആരും ഇടയ്ക്ക് കയറി വന്നു. ഞാൻ ഒരു ഡയലോഗ് തന്നെ രണ്ടോ മൂന്ന് പ്രാവശ്യം പറഞ്ഞ പോലെ ഇല്ലേ, അതിലാട്ടെ അങ്ങനെ പറഞ്ഞ് നാവെടുത്തോളൂ. അപ്പത്തേക്ക് അച്ഛൻ കയറി വന്നു, റെക്കോർഡിങ് നശിപ്പിച്ചു. ഭാഗ്യത്തിന് ഞാൻ തന്നെ ചെയ്തു. അപ്പൊ തന്നെ റെക്കോർഡിങ് ഒക്കെ ചെയ്തു. ഞാൻ എന്നെ ഇങ്ങനെയാണ് റെക്കോർഡ് ചെയ്യാൻ നേരത്ത് ആദ്യമായിട്ട് വർത്താനം പറയാൻ പഠിച്ചു പോലെ. അതാ റെക്കോർഡിങ് അച്ഛൻ നശിപ്പിച്ചു. ഫുഡ് കൊണ്ടുണ്ട്, അത് കഴിച്ചിട്ട് എന്തെങ്കിലും പറഞ്ഞോണ്ട് ഇതോടെ 220 രൂപയോ? നാളെ നാളെ നോക്കുമെങ്കിൽ യൂസിലെ വണ്ടി കിട്ടൂല. ഇതോ ഇപ്പൊ ഇവന്റ് വന്ന ഒരാവശ്യം ഉണ്ടാവില്ല. പൈസ ഫുഡ് കഴിച്ചോണ്ടിരിക്കാണ്. പഴംപൊളി അത് കാരണം പോയിട്ട് മാറിപ്പോണ്ട. ഓ നമ്മളൊന്ന് കോച്ചയുടെ ഫുള്ളോളം കിട്ടിയോ? എന്ത് അത് പിന്നീട് നമുക്ക് എന്ത് ചെയ്തു? ഇതെനിക്ക് ഞാൻ ഫോട്ടോസ് എഡിറ്റ് ചെയ്യാറുള്ളല്ലോ എന്നാണ് ഈ ഗ്ലൂ ഉണ്ട്. ഇനി ഗ്ലൂ ആൾ കൂടുതലാന്ന് പറഞ്ഞ് ഗോജോ ഫാൻസ് വന്നു കഴിഞ്ഞാൽ തെറി പറയത് ഞാനിപ്പോഴേ പറഞ്ഞാൽ ഞാൻ അങ്ങനെ പറയാൻ വേണ്ടി. കാരണം ഞാൻ ഫോട്ടോ യൂസ് ചെയ്യുമ്പോൾ ചുമ്മാ ഒരു PNG സൈഡിൽ കൊണ്ടുപോയി എന്ന് വെച്ചാൽ ഫോട്ടോ വേറൊരു ഫോട്ടോ എടുത്ത് കട്ട് ചെയ്ത് ചുമ്മാ ഉണ്ടായി. ഇത് അതുപോലെ തോന്നാ ഒരു ഗ്ലൂ ആളിലേക്ക് ചുമ്മാ ഗോജോയുടെ ഫോട്ടോ ഒട്ടിച്ചു വെച്ച പോലെ. സീരിയസ്ലി നോക്കുകയാണെങ്കിൽ അത്ര ഡീറ്റെയിലിംഗ് പോലും ഇല്ല. അതൊക്കെ ഇതുണ്ടോ നല്ല ഡീറ്റെയിലിംഗ് ഉണ്ടാക്കി. ഇതൊക്കെ നല്ല ഡീറ്റെയിലിംഗ് ഫ്രീ ആയിട്ട് കിട്ടിയതാണെങ്കിലും ഇതും ഫ്രീ ആയിട്ട് കിട്ടിയത് തന്നെയാ. ഡീറ്റെയിലിങ്ങോ ഒന്നുമില്ല. ഇതിനകത്ത് ആ ചുളിവൊക്കെ കാണാം. ഇത് കണ്ടോ നമ്മളെ ഗ്ലൂ ആളിന്റെ ഇതിനകത്ത് ഇങ്ങനെ ചുളുങ്ങിയൊക്കെ ഇരിക്കണ്ടായി. അത് ഇതിനകത്ത് പിന്നെ കാണാൻ പറ്റും. ഇതിനകത്ത് ചെറുതായിട്ട് കാണാൻ പറ്റുന്നത് കൂടുതൽ ശ്രദ്ധിച്ചാൽ പറ്റും. പക്ഷെ ഇത് കണ്ടോ ഒന്നുമില്ല, ഒരു ഡീറ്റെയിലും ഇല്ല. ഇതും കണ്ട ഒരു ചുമ്മാ ഇരുന്നപ്പോ എന്തെങ്കിലും ആൾക്കാർക്ക് ഫ്രീ കൊടുക്കണ്ടേന്ന് വിചാരിച്ചുണ്ടാക്കിയതാണെന്ന് എനിക്ക് തോന്നുന്നത്. പിന്നെ ഗോജോ ഈ ആനിമേൽ ഈ ഗോക്കുവിന്റെ ഇതിന്റെയൊക്കെ അത്രയും ഫാൻസ് ഉള്ളതാണ് ഈ ഗോജോയ്ക്ക്. അത് കാരണം ഗോജോയുടെ തന്നെ ഇല്ലാന്ന് വല്ല ഇത്താത്തോരിയുടെയോ നനാമിയുടെയോ അങ്ങനെ വല്ല ഇടാണ്ടല്ലേ ഇത്ര ആൾക്കാരെ പേര് പറയാൻ കാണും. ഞാനും കാണാറുള്ളതാണ്. എനിക്ക് ഗോജോ ഫേവറേറ്റ് അല്ല, യൂജിയാണ് ഫേവറേറ്റ്. ഞാൻ അതും പറഞ്ഞു തുടങ്ങിയേക്കരുത്. ഞാൻ ഈ തോക്കുണ്ടായിരുന്നു കാണിക്കാൻ. ഒന്നാമത് ഒരു കൈ കൊള്ളു. ഗിൽഡ് മെമ്പേഴ്സിന് നോക്കാം. റൂമിലാണ് ഞാൻ വേറെ റൂം കണ്ടിട്ട് വരാം. ജേഡി ലൈവ് ഫീമെയിലാണോ? ഹേ IG ദീപക് റോസ്. ഏതൊരു ദീപക് റോസാ. വേണ്ട, ഗിൽഡിനെ പറ്റി മാസം കൂടുതൽ മിണ്ടുള്ള കുറെ ഗിൽഡിന് ഗിൽഡിനെ പറ്റി ഒന്നും മിണ്ടാടിക്കണമെന്നല്ല. നമുക്ക് ഇപ്പൊ എന്നെ ഉണ്ടെന്നൊന്നും കിട്ടില്ല. CS കളിക്കാൻ തോന്നുന്നില്ല, കാരണം ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ വേണമെങ്കിൽ യൂട്യൂബിന് സ്റ്റാർട്ടിങ് കുറിച്ച് പറഞ്ഞില്ല. ഞാനേക്ക് ഒരു പൊട്ടൻ ആദ്യം തന്നെ നമ്മുടെ കഥ എല്ലാം പറഞ്ഞു കൊടുക്കണേ. അതിൻ്റെ ആ പ്ലാൻ എല്ലാം മാറ്റി വെക്കാം. പിന്നെ ഒരു ദിവസം സ്റ്റോറി ടൈം വീഡിയോ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ അകത്തില്ല.
ഇതെല്ലാം റെക്കോർഡ് കഴിഞ്ഞിട്ട് അറിയണം. മൈക്രോഫോൺ ഞാൻ വീണ്ടും ഓഫ് ആക്കിയിട്ടായിരുന്നു ഇനി ഇടയ്ക്ക് പോയി, എന്നിട്ട് വോയിസ് ഒന്നും റെക്കോർഡായില്ല. ഇല്ലെങ്കിൽ ആക്കും അടിച്ച് ഫുൾ വോയിസും എന്തെങ്കിലും പോകണം. ഞാൻ ഇവിടെ കിടന്ന് കരയുന്ന പിന്നെ കാര്യത്തിൽ നിർത്തില്ല. ഈ ഇടക്കിടക്ക് സ്വന്തം ഐഡി കയറി നോക്കുമ്പോ എന്നെ സുഖം എന്നറിയും. ഇപ്പോഴത്തേക്ക് എന്താ ഹീറോയ്ക്കൊക്കെ അടിച്ചിരിക്കുമ്പോ ബ്ലെൻഡ് ചെയ്യണം. നമ്മുടെ ഐഡി ഇടക്കിടക്ക് ആരൊക്കെ കണ്ടുണ്ട്. ചൂസോ സ്കില്ലാർക്കും ചേരാൻ താല്പര്യം ഉണ്ടെങ്കിൽ കമന്റ് ഇട്ട് തരാം. ഗിൽഡ് അഡ്മിനോട് പറഞ്ഞേക്കാം. ഫ്രീ ആയിട്ട് ഗിൽഡ് പ്രൊമോട്ട് ചെയ്യാൻ പോണം. ഇനി അടുത്ത് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് പരിപ്പുവട, അത് തിന്നേക്കാം നമുക്ക്. പരിപ്പുവടയാണ് കല്ലുവടയാണത്, കല്ല് പോലെ ഒറ്റക്കടിക്ക് തന്നെ മതിയായി. പിന്നെ ഇതും കേട്ട് അച്ഛൻ വല്ല ഇറങ്ങി കേട്ടില്ല സാഹചര്യം. അതെ ഏറ്റവും ഗൈസ്, എനിക്ക് തോന്നുന്നു ഇന്നത്തേക്ക് വാചകോടി ഇത് കൂടിപ്പോയി. ഇന്ന് നമ്മുടെ ഫസ്റ്റ് വീഡിയോയിൽ ഗെയിം പ്ലേനെക്കാളും കൂടുതൽ നമ്മൾ ചെയ്ത് വാചകോടി. അപ്പോ എന്ത് പറയാൻ ഞാൻ മറ്റൊന്ന് ആലോചിക്കട്ടെ. ജസ്റ്റ് 1 മിനിറ്റ് വെയിറ്റ് ഗൈസ്. ഇപ്പൊ ഇവിടെ ഇട്ട് ഞാൻ മറ്റേ പറഞ്ഞ പോലെ തന്നെ ഞാൻ മറ്റേ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും ഞാൻ എനിക്ക് ഗെയിം പ്ലേ കളിക്കുമ്പോൾ മാത്രം, ഗെയിം പ്ലേ വീഡിയോ ഉണ്ടാക്കുമ്പോൾ മാത്രം ഗെയിം പ്ലേ സെറ്റ് ആറില്ല. പക്ഷെ അല്ലാണ്ട് ഞാൻ കളിക്കുമ്പോൾ അന്യ ഗെയിം പ്ലേ, എന്റെ ഗെയിം പ്ലേ വേണമെങ്കിൽ ഞാൻ ഈ വീഡിയോ ലാസ്റ്റ് ഇട്ട് കാണിച്ചു തന്നേക്കാം. ഇച്ചിരി ബ്ലറായിരിക്കും, കാരണം ഫ്രീ ഫയറിന്റെ ക്വാളിറ്റി അല്ലേ, അതൊന്നും പറയാൻ പറ്റില്ല. ഫ്രീ ഫയറിൽ നിന്ന് ഫോട്ടോ ഡൗൺലോഡ് ചെയ്ത് എടുക്കുമ്പോൾ തന്നെ ഒട്ടും ക്വാളിറ്റി ഇല്ല. അപ്പോൾ നമുക്ക് ഇന്ന് വൈൻഡപ്പ് ചെയ്യാം. ഇനി നാളെയോ നാളെയോ അല്ല ഇങ്ങനെ വാചകം അടിച്ചുകൊണ്ടിരിക്കാം. അന്നെങ്കിൽ ഞാൻ സ്ക്രിപ്റ്റ് ഉണ്ടാക്കിയിട്ട് നമുക്ക് വർത്താനം പറയാം. ഇല്ലെങ്കിൽ ഇന്നത്തെ വീഡിയോയിൽ പോലെ ആയിപ്പോകും. ഇന്നത്തെ വീഡിയോ തന്നെ അല്ലെങ്കിലും കൂടുതൽ ടൈമിംഗ് ആയി.